بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വന്നത് നിസ്കാരത്തിന്റെ ഷർത്തുകളും ആ കൂട്ടത്തിൽ വുദൂവുമായി ബന്ധപ്പെട്ട ചില മസ്അലകളും ആണ്. നിസ്കാരത്തിന് മൊത്തത്തിൽ എത്ര ഷർത്തുകളാണ്? 9 ഷർത്തുകളാണ്. അതിൽ 4-മത്തെ റഫ്ഉൽ ഹദസ് പറഞ്ഞപ്പോ വുദൂഇലേക്ക് പ്രവേശിച്ചു ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. എന്നിട്ട് അദ്ദേഹം വുദൂഇന്റെ 10 ഷർത്തുകൾ പറഞ്ഞു. ശേഷം വഫുറൂദുൽ വുദൂഇ സിത്തത്തുൻ, വുദൂഇന്റെ ഫർദുകൾ 6 എണ്ണം. ഷർത്തുകൾ മൊത്തം പറഞ്ഞല്ലേ നമ്മൾ വുദൂഇന്റെ? ഓർമ്മയില്ല, പറഞ്ഞു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ കേട്ടാൽ അതിലുണ്ടാവും. വുദൂഇന്റെ ഫർദുകൾ 6 എണ്ണമാണ്. അൽ അവ്വലു ഗസ്ലുൽ വജ്ഹി, മുഖം കഴുകലാണ്. അപ്പൊ മുഖം കഴുകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന മുൻകൈ കഴുകൽ ഫർദല്ല. എന്നാൽ അത് വാജിബാകുന്ന ഒരു സന്ദർഭം വരാറുണ്ട്. അതൊന്നുകിൽ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ ഉടനെയുള്ള വുദൂഇൽ മുൻകൈ രണ്ടും കഴുകൽ വാജിബാണ്. മുൻകൈ മീൻസ് മണികണ്ഠം വരെ. അതല്ലെങ്കിൽ വുദൂ ചെയ്യുന്നതിന് മുമ്പൊന്ന് വൃത്തിയാവാൻ, എന്തെങ്കിലും നജസോ മറ്റോ. കാരണം ബാക്കി എല്ലാ അവയവങ്ങളിലും കഴുകാൻ അല്ലെങ്കിൽ തടവാൻ ഉപയോഗിക്കേണ്ടത് ഈ 2 സാധനങ്ങളാണ്. മുൻകൈയാണ്. മുഖം കഴുകാനായാലും തല തടവാനായാലും കൈ കഴുകാനായാലും കാല് കഴുകാനായാലും ഈ 2 മുൻകൈയും ഉപയോഗിച്ചാണ് ബാക്കി എല്ലാം ചെയ്യുക. അതുകൊണ്ട് എന്തെങ്കിലും നജസോ അതല്ലെങ്കിൽ അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ കഴുകൽ വാജിബാണ്. അതൊന്നുമല്ലെങ്കിൽ മുൻകൈ കഴുകൽ സുന്നത്താണ്. ഒരാൾ മുൻകൈ രണ്ടും കഴുകാതെ വുദൂ തുടങ്ങി എന്നതിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ വുദൂഇന് യാതൊരു കോട്ടവും സംഭവിക്കൂല. കാരണം തുടക്കം മുഖത്തോടു കൂടിയാണ്. പക്ഷെ ഈ മസല എപ്പോഴും ഓർത്തു വെക്കണം, ഉറക്കിൽ നിന്നും എഴുന്നേറ്റവന് വാജിബാണ്. കാരണം ഒരുപക്ഷെ അവന്റെ കൈകൾ ഗുഹ്യസ്ഥാനത്തോ മറ്റോ തൊടാനോ നജസ്സുകളോ മറ്റോ ആവാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വഹദ്ദുഹു തൂലൻ, മുഖം നീളത്തിൽ അതിന്റെ പരിധി മിൻ മനാബിതി ശഅരി റഅസ്, തലയുടെ മുടി മുളച്ചു തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഇലാ മസ്തർസല മിനൽ ലിഹ്യ, താടി എത്രയാണോ നീണ്ടിട്ടുള്ളത് അവിടം വരെയാണ്. പ്രത്യേകം അദ്ദേഹം പറയാൻ കാരണം, നമ്മൾ പൊതുവെ പറയല് മുടി മുളച്ച് തുടങ്ങുന്ന ഭാഗം, കഷണ്ടിയുള്ളവർക്ക് ചിലപ്പോൾ ഇവിടുന്നായിരിക്കും തുടങ്ങുക. എന്നാലും പൊതുവെ ആദത്തൻ ഉറുഫൻ ഒരാളുടെ മുടി തുടങ്ങുന്നത് നെറ്റിയുടെ മേൽഭാഗത്തു നിന്നാണ്. അതാണ് മുഖത്തിന്റെ തുടക്കം. ഏതുവരെ? താടിയെല്ല് വരെ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മുഖം നീളത്തില്. പക്ഷെ ഒരാൾക്ക് താടി അതിനേക്കാളും താഴെ നീണ്ടിട്ടുണ്ടെങ്കിൽ, എന്നല്ല, എന്ത് വേണം? നീളണം. അപ്പോഴാണ് ആ താടി എവിടം വരെ ഉണ്ടോ അത് മുഴുവനും കഴുകണം. താടിയെല്ല് വരെ മാത്രമല്ലേ മുഖമുള്ളൂ എന്നതിനെ കൊണ്ട് അവിടം വരെ ഒന്ന് കഴുകി ബാക്കി താഴോട്ട് വെള്ളം കൊള്ളിക്കാതിരുന്നാൽ വുദൂ ശരിയാവൂല. കാരണം താടി എന്ന് പറയുന്നത് പുരുഷന്റെ മുഖത്തിന്റെ ഭാഗമാണ്. അതിന്റെ പ്രത്യേകത മനസ്സിലായോ? 2 ദിഖിൽ, 2 കവിളുകളിലും ഈ താടിയെല്ലിലും ഉള്ള രോമങ്ങൾക്കാണ് ലിഹ്യ എന്ന് പറയുക. അപ്പൊ ഇത് രണ്ടും ഈ 3-മത്തെ ദിഖിലും ഇത് വെക്കുന്നതിന്റെ പേരാണ് താടി. ഒരാൾ ഈ മറ്റേ വെച്ചാലോ എന്താ പറയാ? ബുൾഗാൻ, ലെനിസ്റ്റൈൻ, താടി ആവൂല. അതേ സമയത്ത് ഒരാൾ താടി മൊത്തം വെച്ചു, നീട്ടിയിട്ടില്ല എങ്കിലോ ഹറാമിൽ നിന്ന് ഒഴിവായി. വ്യത്യാസം മനസ്സിലാക്കണേ. ഹറാമിൽ നിന്ന് ഒഴിവായി.
അതേസമയം പിന്നെ കവിള് പഠിച്ച് ഇവിടെ മാത്രം വെച്ചവൻ ഹറാമിലാണ്. കാരണം താടി എന്ന് നിർവചിക്കപ്പെട്ട രോമം കളഞ്ഞു. പക്ഷെ ഇവിടെ രണ്ടു ഭാഗത്തും ഉണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷെ നീളത്തിലില്ല, അവൻ ഹറാമെന്ന് ഒഴിവായി. എന്നാൽ അതാ പറയുക, ഹറാമെന്ന് ഒഴിവായി. ഷാഫി റഹ്മഹുല്ലാഹ് അതുകൊണ്ടാണ് ഒരു നുള്ളെങ്കിലും താടി വേണം എന്ന് പറയാൻ കാരണം. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എപ്പോഴും എന്താ പറയുക, ഉമ്മത്തിനെ എങ്ങനെയെങ്കിലും ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്താനാ ശ്രമിക്കുക. പക്ഷെ ഉമ്മത്ത് ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇത്തിബാഅന്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഇതൊരു ആധികാരികമായ കൽപ്പനയാണ്. ഖുൽ നബിയെ നിങ്ങൾ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, അതിന്റെ അലാമത്ത് നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം. ഇത്തിബാഅണ് അലാമത്ത്. അപ്പൊ ശരിക്കും അള്ളാഹിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹിന്റെ ഇഷ്ടം ഇങ്ങോട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ താടി ഉണ്ടാവും. വടിക്കാൻ അവനെ സംബന്ധിച്ചിടത്തോളം സാധിക്കൂല. അത് വളരെ ശ്രദ്ധിക്കണം. താടി വടിച്ചവർ ഒരു മനക്കരുത്തെടുക്കണം, ജിഹാദിന് തയ്യാറാവണം, താടി വെക്കണം. നീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ അങ്ങ് വിടലാണ്. വഫിറുൽ ലിഹ, ഇഉഫുൽ ലിഹ, അർസിലുൽ ലിഹ, അങ്ങ് വിടലാണ്. അങ്ങ് വിട്ടു എന്നതിനെ കൊണ്ട് താഴെ വരെ എത്തുന്നില്ല. അതിനൊരു കണക്കുണ്ട്, ഒരു പരിധിയുണ്ട്. അതെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, കർശനമായി താടി വടിക്കലല്ല, വെട്ടലല്ല, കവിളുകളിലെ രോമം പറിച്ചു കളയൽ പോലും ഹറാമാണ് എന്ന അദ്ദേഹത്തിന്റെ ഫത്വ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹുടെ. എങ്കിൽ വടിക്കുന്നവരെ കണ്ടാണ് അദ്ദേഹം പറയുന്ന ഫത്വ എന്തായിരിക്കും? കാരണം അത്ര പ്രധാനപ്പെട്ടതാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം പിടിച്ചപ്പോ ഹാറൂൻ നബിന്റെ എവിടെയാ പിടിച്ചത്? താടി പിടിച്ച് വലിക്കല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാചകന്മാരെല്ലാരും താടിക്കാരാണ്. മുൻഗാമികളെല്ലാവരും താടിക്കാരാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ചില സന്ദർഭങ്ങളിൽ ഒരു പിടി വെച്ച് വെട്ടാറുണ്ട്. അതേത് സന്ദർഭം അറിയും? ഹജ്ജിന്റെ സമയത്ത്. അദ്ദേഹം തമത്തുഇന്റെ ഹജ്ജാണ് നിർവഹിക്കുക. തമത്തുഇന്റെ ഹജ്ജ് എന്ന് പറയുമ്പോൾ ആദ്യം ഉംറ ചെയ്യും, പിന്നെ ഹജ്ജ് ചെയ്യും. ആ ആദ്യത്തെ ഉംറയിൽ തന്നെ എന്ത് ചെയ്യും? മൊട്ടടിക്കും. പിന്നെ അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞാൽ തലമടിക്കുന്നതിന് പകരം, കാരണം മുടി ഉണ്ടാവില്ല, എന്ത് ചെയ്യും? താടി ഒരു പിടിക്ക് താഴെന്ന് വെട്ടാറുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുമുണ്ട്. പക്ഷേ അത് തെളിവ് പറയുന്നവർക്ക് ഉലമാഇന്റെ മറുപടി, എന്റെ അല്ല കേട്ടോ, സലഫി ഉലമാക്കളുടെ മറുപടി, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ഇജ്തിഹാദിന് അവകാശമുള്ള ആളാണ്. ഇജ്തിഹാദ് ശരിയായാൽ അദ്ദേഹത്തിന് 2 കൂലിയുണ്ട്, ശരിയായിട്ടില്ലെങ്കിലും കൂലിയുണ്ട്. എന്നാൽ നമ്മുടെ മുന്നിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള മാതൃക പക്കയായിട്ടുണ്ട്. അതെന്താ? അങ്ങ് വിടലാണ്. അതിനെയാണ് നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടത് ശരിക്കും. ഇനി ഒന്നുകൂടെ പറയാം. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല സൂറത്തു തീൻ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്തിട്ട് സൂറത്തു തീനിന്റെ ആദ്യത്തെ ആയത്തുകളെ തെളിവുദ്ധരിച്ചിട്ട് പറയാണ്. അല്ലാഹു പറയുന്നു, വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും നാം മനുഷ്യനെ വളരെ മനോഹരമായ ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ആ അഹ്സന് വേണ്ടി, തഖ്വീമിനെ നന്നാക്കാൻ, ഘടനയെ നന്നാക്കാനുള്ള നീയത്തിലാണ് താടി വടിക്കുന്നതെങ്കിൽ, അഥവാ സൗന്ദര്യത്തിൽ, അത് ഖുർആൻ അതിനാണ്. ഖുർആൻ അതിന് കാണിക്കൽ കുഫ്റാണ്. അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ വളരെ ഡേഞ്ചർ ആണെന്ന് അർത്ഥം. അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. അപ്പൊ താടി എവിടം വരെ നീണ്ടിട്ടുണ്ടോ, മുടി മുളക്കുന്ന സ്ഥലം മുതൽ ആ താടി വരെയാണ് മുഖത്ത് നീളത്തിൽ കഴുകേണ്ടത്. വാർദൻ, വീതിയിൽ, മാദൂനൽ ഉദ്നൈൻ, 2 ചെവികൾക്കിടയിലുള്ള ഭാഗം, വൽ ഉദുനാനി ഫിൽ വുദൂഇ മിനർ റഅസി, 2 ചെവികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലയിലാണ്. മുഖത്തിന്റെ ഭാഗമല്ല, തലയുടെ ഭാഗമാണ്. മുഖത്തിന്റെ ഭാഗമാണെങ്കിൽ ചെവി എന്ത് ചെയ്യേണ്ടി വരും? വുദൂ ചെയ്യുമ്പം കഴുകേണ്ടി വരും. ചെവി കഴുകലല്ല, മറിച്ച് ചെവി തടവലാണ്. അതിന്റെ കാരണം അത് തലയുടെ ഭാഗത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. തല തടവാനാണ് കൽപ്പന. അതിന്റെ ഭാഗമായ ചെവിയും
തടവലാണ് വേണ്ടത്. മുഖത്തിലല്ല ചെവി പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ചെവി കഴുകുക എന്നുള്ളത് വുദൂഇൽപ്പെട്ടതല്ല. ഇനി ഒരാള് കുറച്ച് തഖ്വ കൂടിയതിന്റെ പേരിൽ ചെവി കഴുകിയാലോ? ഉളവണ്ണ പാടില്ല, പാപിയാവും. കാരണം ഖുർആന്റെ കൽപ്പനയാണ് തല തടവാൻ. തലയിൽപ്പെട്ടതാണ് ഉദുനൈൻ. ഒരാൾ ചെവി കഴുകിയാൽ, മുഖത്തിന്റെ ഭാഗമാക്കി കഴുകിയാൽ ഖുർആനിന്റെ കൽപ്പനയ്ക്ക് എതിര് കാണിക്കലാണ്. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് അറിയോ, ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹ്, ഈ വിഷയത്തിൽ നമ്മളുടെ ഹവ പരിഗണിക്കപ്പെടുകയേയില്ല. നസ്സുണ്ടെങ്കിൽ, ഖുർആനിൽ ഇങ്ങനെ ഉണ്ട്, സഹീഹായ ഹദീസിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മളെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ല. സമിഅന വഅതഅന, അത് ചെയ്തോളാം. അതുകൊണ്ടാണ് ഉറക്കിന്റെ ദുആ പഠിപ്പിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. ഏതാണത്? അതല്ല, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹ്രി ഇലൈക. അത് പഠിക്കണം കേട്ടോ. അതുവാ പക്ക തൗഹീദിന്റെ ദുആയാണ്. വഅൽജഅതു ളഹ്രി ഇലൈക. അസ്സലാമു അലൈക്കും. താടി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താടി പഠിച്ചാണ് വരുന്നത്. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയ്യിക അല്ലദീ അർസൽത. ഇതാണ് ആ ദുആ. പക്ക തൗഹീദിന്റെ ദുആ. പഠിക്കുന്ന വേണം അർത്ഥസഹിതം. ഇൻഷാ അല്ലാഹ് വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ ലാസ്റ്റ് ഭാഗം വബിനബിയ്യിക അല്ലദീ അർസൽത. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞു തന്നത്. ഈ സഹാബിനോട് പറഞ്ഞു, നബി ഞാൻ പറഞ്ഞത് തിരിച്ചെനിക്ക് ഇങ്ങോട്ട് പറഞ്ഞതാ. നമ്മൾ പഠിപ്പിക്കുന്ന രീതി. അദ്ദേഹം എന്ത് ചെയ്തു? നബിക്ക് പകരം റസൂലിനെ ചേർത്തു. അദ്ദേഹം ഉദ്ദേശിച്ചെന്താ? ഖൈറാണ്, നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. കാരണം നബിനേക്കാൾ പവർ കൂടിയ വാക്കാണ് റസൂൽ. എന്റെ റസൂൽ എന്ന് പറയാ, നബി എന്ന് പറയണ്ട. സുഹൈബ് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതേ പറയാവൂ, നീ റസൂൽ ചേർക്കരുത്. നബി എന്ന് ഞാൻ പറഞ്ഞാൽ നബി എന്നേ പറയാം. ഇതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അവിടെ എന്ത് ചേർക്കരുത്? സയ്യിദന ചേർക്കരുത്. ഒരാൾ സാദാ സ്വലാത്ത് ചെല്ലുമ്പോ സയ്യിദന പറഞ്ഞാലോ പ്രശ്നമില്ല. അതിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? നേതാവ്, എന്റെ നേതാവ്. ഇബ്രാഹിമി സ്വലാത്തിൽ സയ്യിദന ചേർക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദന ഇല്ലാതെ പഠിപ്പിച്ച് തന്ന സ്വലാത്താണ്. എന്നാൽ എല്ലാത്തിനും പറയാം. കാരണം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു. ഇതാണ് അള്ളാന്റെ കൽപ്പന. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ആ വാക്കിന് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് പറയും? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അത് തെറ്റല്ല, അത് സ്വലാത്തായി. എന്നാൽ ഒരാൾ ആ കൽപ്പന പാലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത് പറഞ്ഞാലോ പഠിപ്പിച്ച പോലെ പറയാവൂ. അതിന് ചേർക്കാനും പറ്റൂല, ഓർക്കാനും പറ്റൂല. ഏതിന്? സുന്നി എന്നൊരിക്കലും പറയരുത്. ഖുറാഫികൾ, അതിന്റെ ഷീകൾ അവർ ചേർക്കുന്നുണ്ട്. അവര് തൗഹീദ് ശിർക്ക് ചേർത്തവരാണ്. പിന്നെ ഒരു സയ്യിദിന് അവിടെ എന്താ പ്രശ്നം? അല്ലേ? അത് പാടില്ല, സയ്യിദിനെ പാടില്ല ഇബ്രാഹിമി സ്വലാത്തിൽ. കാരണം അല്ലാഹു റസൂൽ പഠിപ്പിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന പറഞ്ഞു തന്നിട്ടില്ല. ഇല്ല, പ്രത്യേകിച്ച് ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉദാഹരണത്തിന് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് ചോദിച്ചു, നബിയെ സലാം പറയേണ്ടത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു സ്വലാത്ത് എല്ലാം പറയുന്നു, എന്താ നമ്മൾ ചെല്ലേണ്ടത്? അപ്പൊ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇബ്രാഹിമി സ്വലാത്ത്. ആ ഇബ്രാഹിമി സ്വലാത്ത് ചെല്ലലാണ് ഏറ്റവും അഫ്ദൽ. കാരണം സ്വല്ലു എന്നതിന്റെ തഫ്സീർ ഈ സ്വലാത്താണ്. അള്ളാഹ് പറഞ്ഞെന്താ? സ്വലാത്ത് ചൊല്ലണം. നബി പറഞ്ഞു ഈ സ്വലാത്ത് ചൊല്ലിക്കോ. അപ്പൊ അതാണ് അഫ്ദൽ. ഇനി ഒരാൾ അത് വിട്ടു വെച്ചോ, റസൂലുള്ളാഹി തങ്ങൾ നിർബന്ധമാക്കി പറഞ്ഞെന്നല്ല, ഇതേ ചൊല്ലാമു എന്ന് പറഞ്ഞല്ല, ഒരു സ്വലാത്ത് പഠിപ്പിച്ചെന്ന്. ഒരാൾ ഈ വാക്ക് അള്ളാന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, സ്വലാത്തായി. അതിനെയാണ് സയ്യിദിന ചേർത്താൻ പ്രശ്നമല്ല. കാരണം എന്തേ അർത്ഥമുള്ളൂ? അവിടെ എന്റെ നേതാവായ മുഹമ്മദിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സ്വലാത്ത് ചൊല്ലണമേ. പക്ഷെ മറ്റത് നബി പഠിപ്പിച്ചു തന്നു, അതിൽ സയ്യിദിന നബി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചേർക്കാൻ പറ്റില്ല. അത്ര കണിശമാണ് ദീനുൽ ഇസ്ലാം, അത്ര കൃത്യമാണ് ഇസ്ലാം. സ്വന്തത്തിലുണ്ടിട്ടുണ്ട്. സുഹൈബ് തന്നെ പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സാധാരണ നമ്മള് പിന്നെ
തങ്ങൾക്ക് സലാം അറിയല്ലോ. മദീനത്ത് പോയാല് എന്താ പറയുന്നത്? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നമ്മളെ സലാത്ത് ദുആ കിട്ടിയിട്ട് വേണോ അവിടെ സലാത്ത് സലാമും കിട്ടാൻ? അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിലെ സലാത്ത് എങ്ങനെയാ പറഞ്ഞത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. നബി പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അമല് പഠിപ്പിക്കുക റസൂലുള്ളാഹിന്റെ ജോലി. അത് നമ്മൾ അതേപോലെ ആവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ചോദിച്ചേ. അതെ, ചൊല്ലുന്നുണ്ട് എന്നുള്ളതാ. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹം ചെയ്യലാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നതല്ല, അള്ളാഹു നബിക്ക് അനുഗ്രഹം കൊടുക്കുന്നു എന്നതിന്റെ അർത്ഥം. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ പ്രാർത്ഥനയാണ്. വ്യത്യാസം മനസ്സിലായോ? അള്ളാഹുവും മലക്കുകളും റസൂലിന് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറയല്ല, അള്ളാഹുവേ നീ സ്വലാത്ത് ചെയ്യണമേ എന്ന് പറയല്ല, അള്ളാഹു സ്വലാത്ത് നൽകലാണ്. മനസ്സിലായില്ല? സ്വലാത്തിന്റെ അർത്ഥം എന്താ? അനുഗ്രഹം. അത് അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകുന്നു എന്നർത്ഥം. സ്വലാത്ത് അള്ളാഹുടെ ദുആ ചെയ്യുന്നുണ്ട്. അതല്ല അദ്ദേഹം ചോദിച്ചത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അള്ളാഹിന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹു എങ്ങനെയാ സ്വലാത്ത് ചൊല്ലല് എന്നാണ് ചോദ്യം. അള്ളാഹുവിന്റെ സ്വലാത്ത് ചൊല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയലല്ല, മറിച്ച് നബിക്ക് ആ സ്വലാത്ത് കൊടുക്കലാണ്. അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്നതിന്റെ അർത്ഥം. മലക്കുകളുള്ളത് നമ്മളെ പോലെ തന്നെ ദുആയ. അതേപോലെ ഹദീസിലുണ്ടല്ലോ, മൻ സ്വല്ല അലയ്യ വാഹിദൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. എനിക്കാണെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു പകരം 10 സ്വലാത്ത് അവന് ചൊല്ലൂന്ന അല്ല, കൊടുക്കും, അനുഗ്രഹം കൊടുക്കും എന്നതിന്റെ അർത്ഥം. അള്ളാഹു കൊടുക്കലാണ്. അള്ളാഹു ആരോടെ ചോദിക്കേണ്ടത്? സംഭവം മനസ്സിലായി? അപ്പൊ ആ ദുആന്റെ നബിക്കാന്നുള്ളതിന് പകരം റസൂല് ചേർത്ത റസൂലുള്ളാഹി എന്ത് ചെയ്തു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. അതുകൊണ്ട് ഒരാൾ ചെവി കഴുകിയാൽ ഫഹുവ ആസിം, അവൻ പാപിയാവും. കാരണം ഖുർആൻ പറഞ്ഞ നസ്സിനെതിരാണ് അവൻ പ്രവർത്തിച്ചത്. ചില ആളുകൾ എന്ത് ചെയ്യും? തഖ്വയുടെ ഭാഗമാക്കിയിട്ട് തലവര കഴുകും, കുറച്ചും കൂടി ശരിയായിക്കോട്ടെ. ആ ശരിയാക്കൽ ദീനിൽപ്പെട്ടതല്ല, പാടില്ല. അതുകൊണ്ടാണ് നീട്ടത്ത് അങ്ങനെ കളിച്ചു പോകുന്നതിനെ കൊണ്ട് അല്ല, പാടില്ല. ശരിക്കും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി അങ്ങനെ ചെയ്യുന്ന കണ്ടു. ആ സഹാബിനെ വല്ലാണ്ട് താക്കീത് ചെയ്തു. അങ്ങനെ ചെയ്തതിന്റെ പേര് ചെയ്യാൻ പാടില്ല. ശീലാവ് ചില ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ല. നല്ല ചോദ്യം, ഓർമ്മ വന്നത്. ഒരിക്കലും താടിയോണ്ട് കളിക്കാൻ പാടില്ല. താടിയോണ്ട് മാത്രമല്ല, ചില ആൾക്കാർ ഇങ്ങനെ ആക്കും. അതുണ്ട്. അതാണ് ശൈത്താൻ. അതാണ് ശൈത്താൻ. പാടില്ല. താടി അങ്ങനെ ആക്കിയപ്പോൾ റസൂലുള്ളാഹി ശക്തമായി താക്കീത് ചെയ്തു, കളിക്കാൻ പാടില്ല. നമ്മൾ അത് വന്ന വാക്കെന്താ അറിയോ? അവനെ കൊണ്ട് പിശാച് കളിച്ചു, അങ്ങനെ എന്തോ ഒരു നഫ്സുണ്ട്, ഹദീസിന്റെ വാക്കുണ്ട്. ഞാൻ പറയാൻ ഓർമ്മയിലില്ല. അപ്പൊ അതാണ് മുഖത്തിന്റെ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടി എവിടം വരെയുണ്ടോ അവിടം വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും ചെവി തലയിൽപ്പെട്ടതാണ്, തടവാനേ പാടുള്ളൂ, കഴുകാൻ പാടില്ല. താടിയെ ഇടകോർത്ത് കഴുകൽ എന്നുള്ളത് മുസ്തഹബാണ്, അത് വാജിബല്ല. പക്ഷെ ഫിഖഹിന്റെ ഉലമാക്കള് നേരത്തെ പറഞ്ഞല്ലോ, വസ്വാസ് തീർക്കാൻ, അതാണ് ഫുഖഹാക്കളുടെ ജോലി. കാരണം തിങ്ങിയ താടിയുള്ള ആളുകൾക്ക് സ്വാഭാവികമായും വസ്വാസം ഉണ്ടാവും. അതിന്റെ മുകളിൽ കൂടി ഒന്ന് വെള്ളം ഒഴുക്കിയതിനെ കൊണ്ട് എങ്ങനെയാ ഉള്ളിൽ വെള്ളം എത്തുക? മുഖത്തിന്റെ ഭാഗമായിട്ടല്ലേ താടി പറയപ്പെട്ടത്. അപ്പൊ ശരിക്കും ഉള്ളിൽ വെള്ളം എത്തണ്ടേ? അപ്പൊ അത് അവര് പറഞ്ഞു, തിങ്ങിയ നല്ല കസീഫായ താടിയാണെങ്കിൽ ഒന്നിങ്ങനെ ആക്കിക്കോളൂ, വെള്ളമുണ്ട്. ഇനി അതല്ല, കസീഫല്ല, ഖഫീഫാണ്, നമ്മളൊക്കെ പോലത്തെ താടി, അതായത് നോക്കുമ്പോ സൈഡിൽ നിന്ന് നോക്കുമ്പോ തൊലിയുടെ വെള്ള കാണുന്ന താടിയാണ് ഖഫീഫായ താടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി ഖഫീഫാണ്. ഉമർ ഫാറൂഖിൻ്റെത് കസീഫാണ്.
നല്ല കട്ടത്താടിയാണ്. അതുകൊണ്ട് അസ്ലം റളിയല്ലാഹു പറഞ്ഞത് ആ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തല്ലോ, കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ പോയിട്ട് പായസം ഉണ്ടാക്കി കൊടുത്തു. അടുപ്പിൽ ഊതി കഴിഞ്ഞപ്പം ഉമറിന്റെ താടിയിലൂടെ പുക പോകുന്നത് ഞാൻ കണ്ടു എന്നാ പറഞ്ഞത്. ആ അടുപ്പിൽ ഊതി കൊടുത്തതിന് ശേഷം നല്ല കട്ട താടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെന്ത് ചെയ്യാം? ഒന്ന് ഇടകോർക്കൽ മുസ്തഹബാണ്, നിർബന്ധമല്ല. വെറുതെ കഴുകിയാൽ മുഖം കഴുകിയ പോലെ ആയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നല്ല കട്ട മുടിയുള്ള സ്ത്രീയാണ്. നമ്മളെ ഉമ്മ റളിയല്ലാഹു അൻഹ. എന്ത് മുടി നമ്മൾ പറയാം? അങ്ങനെ ഇസ്തരിട്ട ഭാഷ ഉണ്ടല്ലോ, കോഴിക്കോട് ഭാഷ ഉണ്ടല്ലേ. നല്ല ചകിരി 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 പോലത്തെ മുടിയില്ലേ, കട്ട കൈവരുള്ളു പോവാത്ത മുടി ഉണ്ടാവും. ഉമ്മുസലമാകാനായിട്ട് അങ്ങനത്തെ മുടിയാണ്. അപ്പൊ ജനാബത്ത് കുളിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോ അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ ഉള്ളിലേക്ക് വെള്ളം പോവില്ല, അത് ഞാൻ എന്താക്കണം? വെള്ളം വെറുതെ ഒഴിച്ചാൽ മതി, എന്റെ ഉള്ളിലേക്ക് പോകണം എന്നില്ല. അത് മുസ്തഹബാണ്. താടി ഒന്ന് ഇങ്ങനെ ആക്കുക, അത് മുസ്തഹബാണ്, വാജിബല്ല. വൽവാജിബു ഫീ ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകുമ്പം വാജിബായിട്ടുള്ള രീതി ഗസ്ലു മാ ബിഹിൽ മുവാജഹ, ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുമ്പം എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത് ഒരാളുടെ, അതാണ് നിർബന്ധമായ ഭാഗം. അപ്പൊ ഇതൊന്നും ഇല്ല. ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ഹനഫികളൊക്കെ ഇവിടെ ഇങ്ങനെ കഴുകും, ഇല്ല. മുഖം മുവാജഹത്ത് ചെയ്യും. ഒരാളെ മുഖത്തോട് മുഖം നോക്കുമ്പോൾ കാണുന്ന ആ ഭാഗം, ഇതാണ് മുഖത്തിൽ നിർബന്ധമായും കഴുകേണ്ട ഭാഗം. വയദ്ഖുലു ഫീ ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകുന്നതിൽ പ്രവേശിക്കും, അഥവാ മുഖം കഴുകൽ പോലെ നിർബന്ധമാണ് അൽ മദ്മദതു വൽ ഇസ്തിൻഷാഖ്, വായിൽ വെള്ളം കുപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും. അപ്പൊ കഫ് കഴുകൽ മാത്രമാണ് സുന്നത്ത്. ഇതോ ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്താണ്, ഹദീസ് പ്രകാരം വാജിബാണ്, ഫർളാണ്. ഏത്? മുഖം വായിൽ വെള്ളം കുപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. അത് വാജിബാണ്, ചെയ്തിരിക്കണം, നല്ല വുദു സഹീഹാവുള്ളൂ. അതാണ് മദ്ഹബി പക്ഷപാതിത്വം വന്നാലുള്ള ഒരു പ്രശ്നം, അമലുകളിൽ കോട്ടം സംഭവിക്കും. എന്റെ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചെയ്താൽ അമലാവൂല, എന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചെയ്താലേ അമലാവുള്ളൂ. കാരണം അല്ലാഹു സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞല്ലോ, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അമലുകൾ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നോക്കാൻ നല്ല ഇതിന്റെ അർത്ഥം. ഇഖ്ലാസോടെയും ഇത്തിബാഓടെയും ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കലാണ്. ഇഖ്ലാസ് അല്ലാഹ്ക്ക് വേണ്ടി മാത്രം, ഇത്തിബാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ. അതുകൊണ്ട് മധുമലത്ത് വായിൽ വെള്ളം കുപ്പിക്കുന്നത് 3 തരത്തിലാണ്. അതിന്റെ മുക്കമ്മലായ രീതി, വെള്ളം വായിൽ പ്രവേശിപ്പിച്ച് അതിനെ തഹറുക്ക് ചെയ്യണം, എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുപ്പിക്കണം, എന്നിട്ടോ തുപ്പണം. ഇതാണ് അതിന്റെ പൂർണ്ണ രീതി, 3 പ്രാവശ്യം. അതല്ലെങ്കിൽ വായിൽ വെള്ളം പ്രവേശിപ്പിച്ചു തുപ്പി, അതും സഹീഹാണ്, തെറ്റാവൂല. അല്ലെങ്കിൽ വായിൽ വെള്ളം കയറ്റി ഇറക്കി, അതും സഹീഹാണ്. കാരണം പുറത്ത് തുപ്പണം എന്നത് കൽപ്പനയിൽപ്പെട്ടതല്ല. മാത്രമല്ല വായിലുള്ളിൽ എന്തില്ല? നജസില്ലല്ലോ, അത് മുസ്താമലല്ല, സാധാ നമ്മളെ ശുദ്ധമായ സ്ഥലമാണ്. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. വിശ്വാസമത്തങ്ങൾ ചെയ്തത് 4 ഭാഗത്തും വെള്ളത്തെ ഒന്ന് ഓടിച്ചു എന്നിട്ട് തുപ്പിക്കളയുക. ഫർദല്ല, പക്ഷെ മുഅക്കദായ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്വാഖി ഇൻദ കുല്ലി വുദൂ, എല്ലാ വുദൂഇന്റെ സമയത്തും ഞാൻ എൻ്റെ ഉമ്മത്തിനോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ. അപ്പൊ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കൽപ്പിക്കാതിരുന്നു, പക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് തുടക്കത്തിലല്ല, വായിൽ വെള്ളം കുപ്പിക്കുമ്പോഴാണ്. എല്ലാവരും തുടക്കത്തിലാണ് മിസ്വാക്ക് ചെയ്യല്ല, തുടക്കത്തിലല്ല മിസ്വാക്ക്, വായിൽ വെള്ളം കുപ്പിക്കുന്ന സമയത്താണ്. ഒന്ന് വെള്ളമുണ്ടോ അല്ലെങ്കിൽ അറാക്കൊണ്ടോ ബ്രഷ് ഉണ്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കോളൂ. എത്ര വൃത്തിയാപ്പ ഇസ്ലാം പഠിപ്പിച്ചത്. ഖൈർ. അപ്പം മുഖത്തിൽപ്പെട്ടതാണ് മദ്മദത്തും ഇസ്തിൻഷാഖും. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാല് മൂക്കിൽ വെള്ളം കയറ്റലാണ്. ചീറ്റല് പ്രത്യേകം പറയപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം ചില റിവായത്തുകളിലുണ്ട്, ഇസ്തിൻസാർ കയറ്റിയിട്ട് ചീറ്റണം. അതിന്റെ കാരണം സ്വാഭാവികമായും മൂക്കിലേക്ക് വെള്ളം കയറ്റിയാൽ എന്ത് ചെയ്യും? അത് നമ്മൾ ചീറ്റിക്കളയും. ഇനി ഒരാൾ അങ്ങനെ ചെയ്തില്ലെങ്കിലോ പ്രശ്നമില്ല.
ഇസ്തിൻഷാക്കാണ് മെയിൻ. മൂക്കിൽ വെള്ളം കയറ്റാന്ന് പറഞ്ഞാല് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മൂക്കിൽ വെള്ളം കയറ്റലായില്ല. മൂക്കിൽ വെള്ളം വലിക്കണം. ഒരു നോർമൽ വലി, വലിയ വലിയാണെങ്കിൽ പിന്നെ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, ഇസ്തിൻഷാക്ക് ചെയ്യുമ്പോൾ കുറച്ച് കുറക്കണം നോമ്പുകാരൻ. ഇപ്പൊ നോമ്പ് അല്ലാത്ത ആളോ ശരിക്കും ചെയ്യണം. കാരണം നോമ്പുകാരൻ കുറച്ചധികമായാൽ വെള്ളം ഉള്ളിൽ പോയാൽ നോമ്പ് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് മൂക്കിൽ വെള്ളം കയറ്റൽ. അപ്പോ കയറ്റിയിട്ട് ചിന്തിക്കണം. അതിൽ കുറെ ഗുണങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഈ സയൻസ് പറയുന്ന ഉപകാരങ്ങളെ നീയത്താക്കിയാൽ അമല് പോയി പോകും. ഭയങ്കര ഡേഞ്ചറാണത്. നമ്മൾ അമൽ അതിന്റെ അപ്പുറത്തിപ്പുറത്ത് എന്താകുമെന്ന് ചിന്തിച്ചിട്ടല്ല നമ്മൾ അമൽ ചെയ്യേണ്ടത്. കൽപ്പന ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ അതിന്റെ ഒപ്പം ഇത് ഓഫറാണ്. ഈ ഗുണങ്ങള് ഈ ചെയ്ത അമലിന്റെ ഓഫറാണ്. അത് കിട്ടിയിരിക്കും. അത് ഇഖ്ലാസോടെ ചെയ്താലും കിട്ടും, അല്ലാണ്ട് ചെയ്താലും കിട്ടും. وكما جاء ذلك مبينا في حديث عثمان رضي الله عنه وغيره. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്ക് വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഇതേപോലെയാണ് ചെയ്തത്. മുഖം കഴുകുമ്പോൾ വായിൽ വെള്ളം കുടിപ്പിച്ചു, അതിന്റെ കൂടെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു. അപ്പൊ അതും ഫർദാണ്. ശൈഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയോട് ഒരാൾ ചോദിച്ചു, ജനാബത്ത് കുളിക്കുന്ന ഒരാള് ആ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുളൂ ചെയ്യണം. അത് വാജിബാണ്, സുന്നത്തല്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ വുളൂ ചെയ്യുന്ന ഒരാള് മദ്മളത്തും ഇസ്തിൻഷാക്കും ചെയ്തിട്ടില്ലെങ്കിൽ ആ കുളിയുടെ വിധി എന്താണ്? അദ്ദേഹം പറഞ്ഞു, കുളി മടക്കണം, ഒന്നുകൂടി കുളിക്കണം. അത്ര ശ്രദ്ധിക്കണം. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് കുളിക്കുമ്പോൾ വുളൂ ചെയ്യാതെ കുളിച്ചിട്ടില്ല. ആ വുളൂ എന്തിനും മതിയാകും, നിസ്കാരത്തിന് മതിയാവും. എപ്പോൾ? അതിനിടയിൽ വുളൂ മുറിയുന്ന കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ. അബ്ദുൽ അഹ്മദ് ഹംബൽ റഹ്മഹുല്ലാഹു തആല ഒരിക്കൽ ഇതേപോലെ കുളിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെയും വുളൂ ചെയ്തു. മകൻ അബ്ദുല്ലാ ഇബ്നു ഹംബൽ റഹ്മഹുല്ലാ ചോദിച്ചു, യാ അബതി, നിങ്ങൾ എന്തിനാ രണ്ടാമത് വുളൂ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഗുഹ്യ ഭാഗത്ത് എന്റെ കൈ കൊണ്ടുപോയി, അതുകൊണ്ടാണ് പിന്നെയും ഞാൻ വുളൂ ചെയ്തത്. ഇതാണ് ഒന്നാമത്തെ ഫർദ് വുളൂവിന്റെ. രണ്ട്, മാത്രമല്ല ഈ മുഖം വെള്ളം ഒലിപ്പിക്കാനല്ല പറഞ്ഞത്, ഗസ്ലാണ്, കഴുകലാണ്. എന്താ കഴുകൽ എന്ന് പറഞ്ഞാൽ? വൃത്തിയാക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ഒരച്ച് കഴുകണം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒലിപ്പിച്ചാൽ മുഖം കഴുകലായില്ല. ഒലിപ്പിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് ഒരച്ചാലേ ഗസ്ലാവുള്ളൂ, കഴുകലാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് തടവല് മാത്രമാണ്. തടവലല്ല എന്ന് പറഞ്ഞത് ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. നല്ല വിലപിടിപ്പുള്ള ക്രീമെല്ലാം ഇട്ട് വന്നാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒപ്പും ചില ആൾക്കാര്. അല്ല, മേക്കപ്പിനെ ചെയ്ത് വന്നപ്പോ വുളൂ ചെയ്യാൻ വേണ്ടി തൊട്ടിട്ട് ഇങ്ങനെ വുളൂ സഹിയാവൂല. ഗസ്ലാണ്, മുഖം കഴുകലാണ്, കഴുകന്നെ വേണം. മേക്കപ്പിന്റെ പൈസ എത്രയാ? 50,000 എല്ലാം മേക്കപ്പ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഒറ്റ വുളൂവിന് 50,000 വുളൂ. എമ്മാതിരി വുളൂ അത്! ചെയ്യും. അസ്സാനി, രണ്ടാമത്തെ ഫർദ്, ഗസ്ലുൽ യദൈനി ഇലൽ മിർഫഖൈൻ, രണ്ട് മുട്ടുകൾ വരെ കൈ കഴുകൽ. അതും ഒലിപ്പിച്ചാ പോരാ, കഴുകന്നെ വേണം. വദാലിക്, ഈ കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ അത്റാഫിൽ അസാബിഇ, വിരലുകളുടെ അഗ്രം മുതൽ ഇലാ നിഹായത്തിൽ മിർഫഖൈൻ, മുട്ട് അവസാനിക്കുന്നത് വരെ, മുട്ട് തുടങ്ങുന്നവരല്ല. എന്ന് പറഞ്ഞാൽ മുട്ട് കയ്യിൽ പെട്ടു, അപ്പൊ മുട്ടിന് ശേഷം വരെ വേണം കഴുകാൻ. മുട്ട് വരെ കഴുകിയാൽ വുളൂ സഹീഹല്ല. വൽ മിർഫഖാനി ദാഖിലാനി ഫിൽ ഗസ്ൽ, ഈ രണ്ട് മുട്ടും കഴുകലിൽ ഉൾപ്പെട്ടതാണ്. കൈ, തണ്ടം കൈ കഴുകുന്നതിനോടൊപ്പം മുട്ടും കഴുകൽ നിർബന്ധമാണ്, ഫർളാണ്. വലാ യക്ഫി ഫി ഗസ്ലിൽ കഫൈനി ഫിൽ വുദൂഇ ഗസ്ലുഹുമാ ഖബ്ല ബദ്ഇൽ വുദൂ, വുദൂ തുടങ്ങുന്നതിന് മുമ്പ്
ഒരാള് മുൻകൈ കഴുകിയിട്ടുണ്ടെങ്കിൽ അത് കൈ കഴുകലിന് പകരമാവൂല. ഇപ്പൊ മനസ്സിലായോ? അതായത് ഒരാൾ മുൻകൈ നേരത്തെ കഴുകി, ഇനിയിപ്പോ കൈ കഴുകണമല്ലോ, പിന്നെ കഴുകിയതിനെ കൊണ്ട് ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴുകിയാൽ അത് പെടൂല. കൈ കഴുകൽ എന്ന ഫർദിൽ മുൻകൈ കഴുകൽ പെടൂല, സെപ്പറേറ്റ് ആണ്. മുൻകൈ കഴുകിയാലും കൈ കഴുകേണ്ട സമയമാകുമ്പോൾ വിരലുകളുടെ അഗ്രം തൊട്ട് മുട്ടുവരെ തന്നെ കഴുകണം, നിർബന്ധമാണ്. മുസ്തഹബ്ബുൻ, കാരണം മുൻകൈ കഴുകുക എന്ന് പറഞ്ഞാൽ സുന്നത്തായ സംഗതിയാണ്, മുസ്തഹബാണ്. അതുകൊണ്ട് മറ്റേതോ ഫർദാണ്. ഇപ്പൊ നേരത്തെ മുൻകൈ കഴുകിയിട്ടുണ്ടല്ലോ, ഇനി മടികണ്ഠം മുതൽ മുട്ടുവരെ കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തത് സുന്നത്താണ്, ഇത് ഫർദാണ്. ഫർദ് ബാക്കിയാക്കാൻ പറ്റൂല, അതുകൊണ്ട് ഫുള്ള് കഴുകണം. ഇല്ല ഇൻദൽ ഖിയാമി മിനൻ നൗം, ഉറക്കിൽ നിന്നും എഴുന്നേറ്റു വന്ന ഒരാൾ വുദൂ ചെയ്യുമ്പോൾ ഒഴികെ ഫഇന്നഹു വാജിബ്, ആ സമയത്ത് മുൻകൈ കഴുകൽ വാജിബാണ്, സുന്നത്തല്ല. അപ്പൊ ഫജ്റിന് വുദൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തഹജ്ജുദിന് വുദൂ ചെയ്യുമ്പോൾ മുൻകൈ എന്തായാലും കഴുകണം, അത് നിർബന്ധമാണ്. വഗസ്ലുൽ യദൈനി യകൂനു ബഅദ ഗസ്ലിൽ വജ്ഹി, രണ്ട് മുൻകൈ കഴുകുക എന്നത് മുഖം കഴുകിയതിന് ശേഷം തന്നെയാവണം. ഫലാ യക്ഫീ മാ കാന ഖബ്ലഹു, അതിന് മുമ്പ് ചെയ്തത് ശരിയാവൂല എന്ന് പറഞ്ഞാൽ ഒരാൾ ആദ്യം മുൻകൈ കഴുകുകയാണ്, സുന്നത്താണല്ലോ, അല്ലെങ്കിൽ ഉറക്കം നിന്നിച്ചിട്ട് വാജിബാണല്ലോ. മുൻകൈ കഴുകുമ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്തു? ഫുള്ളങ്ങ് കഴുകി, എന്തായാലും ഇനി വേറെ പണി നിൽക്കണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? തലയിലേക്ക് പോയി. കാരണം നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? മുട്ടുവരെ കഴുകിയിട്ടുണ്ട്. ഇല്ല, ആ കഴുകൽ കൂട്ടൂല, കാരണം തർത്തീബ് നിർബന്ധമാണ്. മുഖം കൈ മൊത്തം മുൻകൈ കഴുകുന്ന സമയത്ത് തന്നെ മൊത്തം കഴുകിയിട്ടുണ്ടെങ്കിലും കൈ കഴുകേണ്ട സമയമാകുമ്പോൾ മുട്ടുവരെ നിർബന്ധമായും കഴുകിയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ഫർദ്, മുഖം കഴുകൽ, പിന്നെ രണ്ട് കൈ മുട്ടുൾപ്പെടെ കഴുകൽ. അസ്സാലിസു മസ്ഹുർ റഅസി, തല തടവൽ. തല എന്താക്കലല്ല, കഴുകലല്ല. വയകൂനു മറത്തൻ വാഹിദ, തല തടവൽ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. യബ്ദഉ ഫീഹ, തല തടവൽ തുടങ്ങുന്നത് മിൻ മുഖദ്ദമി റഅസിഹി, തലയുടെ മുൻഭാഗം മുതൽ, ഇലാ മുഅഖിരിഹി, തലയുടെ അവസാനം വരെ. സുമ്മ യഊദു ഇലൽ മകാനി അല്ലദി ബദഅ മിൻഹു, പിന്നെ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടത്തേക്ക് കൈ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക. കൈ ഇങ്ങനെ വെച്ച് നേരെ ബാക്കോട്ട് പോവാ, പെരടി വരെ നേരെ മുമ്പോട്ട് വരിക. പിന്നെ എന്തില്ല? ഇതില്ല. ഹനഫികൾ ചെയ്യുന്ന പോലെ പെരടി തലയിൽപ്പെട്ടതല്ല. പ്രത്യേക സ്റ്റൈലാണ് ഹനഫിയുടെ വുദൂന്റെ സ്റ്റൈൽ. ഒറ്റ പ്രാവശ്യ തല തടവലുള്ളൂ. തലയിൽ നിന്ന് അല്പം തടവൽ ഫുഖഹാക്കളുടെ അഭിപ്രായമാണ്. ഷാഫി മദ്ഹബിൽ എന്ത് മതി? പേരോട് തിരുത്തി. ആ വീഡിയോ കണ്ടിനോ? അദ്ദേഹം പറഞ്ഞു, പണ്ടൊക്കെ നമ്മൾ പഠിപ്പിച്ച എങ്ങനെയാണ്, പക്ഷെ ശരിയാവൂല, തല മുഴുവൻ തടവണം. ഫുഖഹാക്കള് പറയാൻ കാരണം ഈ പറഞ്ഞ പോലെ മുടിയുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല സ്റ്റൈലില് ക്രീമെല്ലാം തേച്ച് വാരി വന്നതായി വരുന്ന വഴിക്ക് വുദൂ പോയി. ഇനി വുദൂ ചെയ്യാൻ വേണ്ടിട്ട് തല തടവിയാൽ എന്ത് ചെയ്യും? ആ വാരിയ സ്റ്റൈല് പോയി പോകും. അല്ലെങ്കിൽ തന്നെ സ്പ്രേലിൽ അടിച്ച് നിർത്തിച്ചിട്ടാ വരുന്ന മുടി. അപ്പൊ എന്ത് ചെയ്തു? വെള്ളം തൊട്ടിട്ട് മുടി ചുളുങ്ങിയാലും പ്രശ്നമില്ലാത്ത ഭാഗം നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് തോണ്ടിട്ടൊക്കെ പോവാ. വുദൂ ശരിയാവൂല, നിസ്കാരം ബാത്തിലാണ്. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും ആവില്ല, ഒരിക്കലും ആവില്ല. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ അള്ളാനെ പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെന്ത് വുദൂ? ഇപ്പോഴും എന്തുകൊണ്ട് 2026 നൗഷാദ് അസരി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ CM മഴവൂരിനെ പറ്റി പറയുന്ന വർത്താനം കേൾക്കും. ഇപ്പോഴും നമ്മളെ കണ്ടും കേട്ടും നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടും ഇരിക്കുന്ന മഹാനുഭാവനാണ് CM മഴവൂർ. ഈ 2026 ഈ ടീം എന്ത് വുദൂ പഠിപ്പിക്കാനാവും? പിന്നെ ഒരു കാര്യമുണ്ട്, വുദൂ പഠിക്കേണ്ടത് ആരാ? മുവഹ്ഹിദുകളാണ്. കാരണം വുദൂഹിന്റെ ഷർത്തുകളിൽ ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിമാണ് വുദൂ. മുസ്ലിമല്ലാത്തതിന് വുദൂ ഇല്ല. ശിർക്ക് ചെയ്യുന്നവർ ആരല്ല? മുസ്ലിമല്ല. പിന്നെ അതേപോലെ തല തടകുമ്പം ശ്രദ്ധിക്കേണ്ടത് പെണ്ണിന്റെ മുടി വളരെ താഴോട്ടുണ്ടാവും. അപ്പൊ തലയിൽപ്പെട്ടതല്ലേ മുടി എന്ന് വിചാരിച്ച മുടി മുഴുവനും എന്ത് ചെയ്യണ്ട?
തടവേണ്ട കാര്യമില്ല. ബൽ യക്തഫി ബിൽ മസ്ഹി ഇലാ മുഅഖിരി റഅസി, തലയുടെ ആ ബാക്ക് ഭാഗം വരെ തടവിയാൽ ആണും പെണ്ണും ഒക്കെ അതിൽ സമമാണ്, ഒരേപോലെ. വയുംസഹു മഅർ റഅസി ഉദ്നാൻ, തലയോടൊപ്പം രണ്ട് ചെവിയും തടവപ്പെടും. എന്തില്ല? കഴുകപ്പെടൂല. കാരണം ചെവി തലയിൽ പെടും. അപ്പൊ തല നേരെ കൈ ബാക്കോട്ട് കൊണ്ടുവന്ന് പിന്നെ ഫ്രണ്ട് കൊണ്ടുവന്ന് അതേ കൈ കൊണ്ട് തന്നെ ചെവിയും കൂടെ ഒന്ന് കഴുകും. ചെവിക്ക് പ്രത്യേകം വെള്ളം എടുക്കുന്ന ആൾക്കാരുണ്ട്, അത് ശരിയല്ല. 3 പ്രാവശ്യം അതും തൊട്ടിട്ട് ഇങ്ങനെ ഇരുട്ടലാണ്, നന്നാവില്ല. ചെവി, ഈ വിരല് ചെവിന്റെ ഉള്ളിലേക്കുള്ളതാണ്, മുസബ്ബഹ വിരൽ. തള്ള വിരൽ ചെവിന്റെ പുറത്തേക്കുള്ളതാണ്. ചെവി മൊത്തം തടവണം, ചെവിന്റെ ഒരു ഭാഗവും ശരിയാവില്ല. മുസബ്ബഹ വിരൽ ഇതിന്റെ ഉള്ളിലിട്ട് ആയല്ലോ, എല്ലായിടത്തും വെള്ളമായി. എല്ലായിടത്തും വെള്ളമാക്കാൻ വേണ്ട, കഴുകണ്ട, തടവിയാ മതി. അപ്പൊ വിരലൊന്ന് ഓടിച്ചാൽ മതി ഇതിന്റെ ഉള്ളിൽ. തള്ള വിരല് അതിന്റെ പുറം ഭാഗത്തൊന്ന് ഓടിച്ചാൽ ക്ലിയറായി. തലയും രണ്ട് ചെവിയും തടവണം. കാരണം ഖുർആനിൽ വന്നിരിക്കുന്നത് പിന്നെ തല തടവണം എന്ന അംറിന്റെ ലഫ്ദാണ്, കഴുകേണ്ട ലഫ്ദല്ല ഖുർആനിൽ വന്നിരിക്കുന്നത്. അർറാബിഅ, 4-ാമത്തെ ഫർദ് ഗസ്ലുൽ റിജ്ലൈനി ഇലൽ കഅബൈൻ, രണ്ട് കാലുകളും നെരിയാണി വരെ, നെരിയാണി ഉൾപ്പെടെ കഴുകൽ. ഇപ്പൊ കാലും എന്ത് ചെയ്താൽ പോരാ, തടവിയാ പോരാ, കാൽമ വെള്ളം സ്പ്രേ ചെയ്താൽ പോരാ, കഴുകണം. കഴുകലിൽ എന്ത് വരും? തേക്കല് വരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇടത് കൈ കൊണ്ട് വിരലുകൾക്കിടയിൽ കൈ പ്രവേശിപ്പിച്ച് മടമ്പിന്റെ ഭാഗത്ത് തടവി പുറംകാലിന്റെ ചൊടിഞ്ഞ ഭാഗം ഒരച്ച് കാല് കഴുകിയത്. അങ്ങനെ ഇതൊരു ശുദ്ധിയാവലാണ്, ഇതൊരു ചടങ്ങല്ല. വുദൂ നിസ്കാരത്തിന് വേണ്ടിയുള്ള തത്ഹീറാണ്, ശുദ്ധമാക്കലാണ്. അപ്പൊ ആ ഒരു പണി നടക്കണം. കാല് കഴുകണം, കൈ കൊണ്ട് തേച്ച് കഴുകണം. വലത് കൈ കൊണ്ട് കാല് തേക്കുന്നത് മക്റൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. ഇടത് കൈയാണ് കാല് കഴുകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നത്തില്? നമുക്കെല്ലാം മടങ്ങാൻ കഴിയാത്ത, കുഞ്ഞാൻ കഴിയാത്ത, അത് ശ്രദ്ധിക്കണം. പോല കഴുകലാവൂല, രണ്ട് കാലും അടുത്തൊക്കെയുണ്ട്, ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇരുന്നിട്ടാണ് വുദൂ. ശരിക്കും റസൂലുള്ളാഹിന്റെ സമയത്തൊക്കെ ഇരുന്നിട്ടല്ലേ വുദൂ ചെയ്യല്. അല്ലപ്പ കാല് നമ്മളൊക്കെ അങ്ങനെ ചെയ്യല്, പക്ഷെ പറ്റൂല. അത് പ്രശ്നമില്ല, ഇൽമ് കിട്ടുന്നതനുസരിച്ച് മാറണല്ലേ, പ്രശ്നമില്ല. പക്ഷെ കാലുകൊണ്ട് കാല് കഴുകൽ അല്ല, കഴുകാനുള്ള സാധനം കൈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതും കൈയാണ്. അതുകൊണ്ട് ചെയ്യണം. മെലിഞ്ഞ ആൾക്കാർക്ക് ചെയ്യണം. എയർപോർട്ടിലൊക്കെ പോയാൽ ചില മനുഷ്യർക്ക് അസൂയ വരും. വുദൂ ചെയ്തിട്ട് കാലൊരു പൊക്കല വാഷ് ബേസിലേക്ക്, റാഹത്തായിട്ടാ ചെയ്യുന്നത്. നമുക്ക് ഒന്നും കഴിയില്ല, നമുക്ക് കുരിഞ്ഞു തന്നെ കഴുകാൻ കഴിയില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ആ സുഖമായിട്ട് കഴുക, പക്ഷെ അത്രയും പൊക്കി വെക്കണ്ടേ കാല്. ഇരുന്നിട്ടാണ് ശരി. പണ്ട് കാലത്തെ ഹൗദല്ലേ, ഇപ്പല്ലേ പൈപ്പ് വന്ന്. ഹൗദന്നെ വുദൂ ചെയ്യല് പണ്ടേ. അപ്പൊ കാല് കഴുകലാണ്, ഗസ്ലാണ്. ഇലൽ കഅബൈൻ വൽ കഅബാനി ദാഖിലാനി ഫിൽ ഗസ്ൽ, രണ്ട് നെരിയാണിയും കഴുകലിൽ പെട്ടതാണ്. നെരിയാണി വരെ എന്നല്ല, നെരിയാണിയും കാലിൽ പെട്ടു, അതും കഴുകണം. വഫി കുല്ലി റിജ്ലിൻ കഅബാൻ, എല്ലാ ഓരോ കാലിലും രണ്ട് നെരിയാണിയുണ്ട്. എന്താ അതിന്റെ ഉദ്ദേശം? അതായത് ഒന്ന് ഈ സൈഡിലുള്ള കൊട്ട്, അതേപോലെ മടമ്പും, ഇത് രണ്ടും അതിൽപ്പെടും. പ്രത്യേകം പറയാൻ കാരണം, ചില ഉലമാക്കള് ഈ കൊട്ടുവര മതി എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, മടമ്പ് കഴുകേണ്ടതില്ല. പക്ഷെ ശരിയല്ല. ഹദീസിൽ ഖുർആനിൽ എന്തേ വന്നിട്ടുള്ളൂ? ഇലൽ കഅബൈൻ, നെരിയാണി വരെ. പക്ഷെ ഹദീസിൽ വന്നത് ഈ മടമ്പ് ഉൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുകി എന്നുള്ളതാണ്. കേറ്റണം, കേറ്റിക്കഴുകൽ എല്ലാ അവയവങ്ങളിലും പ്രത്യേക സുന്നത്താണ്. കയ്യായാലും മുഖമായാലും കാലായാലും കയറ്റിക്കഴുകൽ. ഉർറം മുഹജ്ജലീൻ എന്നല്ല പറഞ്ഞു. ആഖിറത്തിൽ വുദൂവിന്റെ അവയവങ്ങൾ പ്രകാശിക്കും, നിങ്ങൾ അധികം പ്രകാശിപ്പിക്കണം എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കയറ്റിക്കഴുകണം, സുന്നത്താണ്. അപ്പൊ ഈ മടമ്പ് ഉൾപ്പെടെയാണ്
കാല് കഴുകുമ്പം കഴുകേണ്ടത്. എന്നാൽ ചില ആളുകൾ, അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു, ഖദം, കാലിന്റെ പുറം ഭാഗം, ഈ ഭാഗം അതിന്റെ ബാക്കിലേക്ക് വരൂല, അത് മാത്രം കഴുകുന്ന ആളുകളുണ്ട്. അത് വഴികേടിന്റെ ആളുകളാണ്. അവർ ഖുർആനും ഹദീസും മനസ്സിലാക്കാതെയാണ് ആ അമൽ ചെയ്യുന്നത്. അത് ശരിയല്ല. കാരണം കാലുകളിലുള്ള ഫർദ് അൽ ഗുസ്ലു, കഴുകലാണ്. വലൈസൽ മസ്ഹു, എന്തല്ല, തടവലല്ല. അതുകൊണ്ട് കാലിന്റെ പുറംഭാഗം തടവിയാ പോരാ, കഴുകുക തന്നെ വേണം കാല് മുഴുവൻ. കാലിന്റെ വിരലുകളിൽ കയ്യിന്റെ വിരലിട്ടിട്ട് തന്നെ കഴുകണം. അൽമസ്ഹു അലൽ ഖുഫൈൻ, കാരണം ഹദീസിൽ വന്നത് മസ്ഹാൻ. ഖുഫയാണെങ്കിൽ കഴുകലല്ല, തടവലാണ്. കാരണം ഖുഫ ധരിക്കുന്നതിനാ, കഴുകൽ പ്രയാസമുള്ളത് കൊണ്ടാണ്. അപ്പൊ പിന്നെ കഴുകാൻ പറയില്ലല്ലോ. മനസ്സിലായോ? ആ, തടവിയാ മതി. ഇല്ല, അതിന്റെ മുകളിൽ തടവിയാ മതി. ഷോഫുകളുണ്ട നാട്ടിൽ മുക്കീമിന് യോഗം പോലെയിൽ ഒരു രാവും ഒരു പകലും, ഒരു ദിവസം 24 മണിക്കൂർ. യാത്രക്കാരന് 3 ദിവസം വരെ ഷോക്സ് ഒരേ വേണ്ട, അതിന്റെ മുകളിൽ ജസ്റ്റും തടവിയ മാത്രമേ. അലീബിന് ഒറ്റ പ്രാവശ്യം കൈവെള്ളാക്ക. അലീബിൻ അബീ ത്വാലിബ് പറഞ്ഞു, ദീൻ അഖ്ല് കൊണ്ട് മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഖുഫ തടവൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. കാരണം കാല് കഴുകുന്നത് വൃത്തിയാക്കാനാണ്, ഇത് തടവിനെ കൊണ്ട് എങ്ങനെ വൃത്തിയാവുക? അപ്പൊ അതല്ല വിഷയം. നമ്മൾ പറയപ്പെട്ടത് ചെയ്യാം, അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പിന്നെ പിന്നൊരു മസല അവിടെ ഉള്ളത്, ഫുഖഹാക്കൾക്കിടയിൽ ഖുഫ തടകുമ്പോ, ഷാഫിഈ ഫിഖ്ഹാൻ, ഖുഫ തടകുമ്പോ കാലിനുള്ളിലേക്ക് വെള്ളം പോകുന്ന ഖുഫയാണെങ്കിൽ പറ്റൂല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പൊ എന്ത് പറ്റൂല? സോക്സ് പറ്റൂല. അഭിപ്രായം പറയാണ്, മസല ഞാൻ പറയാം. അതായത് അന്ന് സഹാബാക്കൾ ധരിച്ചത് എന്താണ്? തോലാണ്. തോല് തടവുമ്പോൾ ഉള്ളിലേക്ക് എന്ത് പോവില്ല? വെള്ളം പോവില്ല. അപ്പൊ വെള്ളം കാലിന് കൊള്ളുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടല്ലേ തടവണം എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഉള്ളിലേക്ക് വെള്ളം പോകുമെങ്കിൽ പിന്നെ തടവുന്നതിന് എന്താ അർത്ഥം എന്നാണ് ഫുഖഹാക്കളുടെ ചോദ്യം. പക്ഷെ ഉലമാക്കളും സലഫി ഉലമാക്കൾ കൊടുത്ത മറുപടി, അന്ന് സഹാബാക്കൾ ധരിച്ചത് തോല് തന്നെയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ എത്ര സഹാബാക്കൾക്ക് തോട്ടയില്ലാത്ത തോലിന്റെ ഖുഫ ഉണ്ടായിട്ടുണ്ടാവും? അവര് തുന്നി പിടിപ്പിച്ച് പിന്നെയും തുന്നി ധരിച്ച ആൾക്കാരാണ്. തടകുമ്പോ എന്തായാലും വെള്ളം ചെയ്യും, കാലിലേക്ക് പോകും. അപ്പൊ സോക്സ് ആണെങ്കിലും തടവാം, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയാലും തടവൽ അനുവദനീയം ആണ്. പക്ഷെ ഒരു മസല, നിബന്ധന, ബിരിയാണിയെ മറക്കുന്ന ഖുഫയായിരിക്കണം. കാലിന്റെ ഇപ്പൊ വരുന്ന ചെറിയ ഷോട്ട് ഉണ്ടല്ലോ, അത് പറ്റില്ല. ശ്രദ്ധിച്ചോളൂ. അപ്പൊ മസ്ഹുൽ ഖുഫൈൻ അനുവദിക്കപ്പെടുന്നത് കാല് മുഴുവനും മറക്കുന്ന, മുഴുവൻ മീൻസ് വുദൂഇൽ കഴുകൽ നിർബന്ധമായ ഭാഗം മറക്കുന്ന ഖുഫയായിരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നെരിയാണി ഉൾപ്പെടെ അല്ലെങ്കിൽ മടമ്പ് ഉൾപ്പെടെ കഴുകണം എന്ന് പറഞ്ഞതിന്റെ വിരുദ്ധമായി ചില ന്യായീകരണങ്ങൾ പറഞ്ഞ് കാലിന്റെ പാദം, അതിന്റെ മുകൾ ഭാഗം മാത്രം കഴുകുന്നവർക്ക് സംഭവിക്കുന്നത് 2 അപകടമാണ്. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ, എന്റെ ഉമ്മത്ത് നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുക ഗുർറൻ മുഹജ്ജലീൻ എന്നാണ്. മിൻ ആസാരിൽ വുദു, വുദൂഇന്റെ അടയാളം കൊണ്ട് കൈകാലുകൾ പ്രകാശിക്കുന്നവരായിട്ടാണ് കൊണ്ടുവരപ്പെടുക അല്ലെങ്കിൽ വിളിക്കപ്പെടുക. ഇതിൽ നിന്ന് അവരെന്ത് ചെയ്യും? പുറത്താവും. അപ്പൊ കയറ്റിക്കഴുകുക എന്ന ഇത്ര കൂലി കിട്ടുന്ന ഒരു സംഗതിയെ അവർ ഒഴിവാക്കലാവും. ഒന്ന്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീതാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പുകളെ സൂക്ഷിക്കാത്തവർക്ക് നരകത്തിൽ നിന്നും ഒരു മലഞ്ചെരിവുണ്ട്. വൈല് എന്ന് പറഞ്ഞാൽ വാദി ഫി ജഹന്നം, നരകത്തിലെ ഒരു മലഞ്ചെരിവിന്റെ പേരാണ്.
അതുകൊണ്ട് കാല് കഴുകുമ്പോ മടമ്പ് ശ്രദ്ധിച്ച് കഴുകാത്തവർക്ക്. അപ്പൊ അത്ര പ്രത്യേകതയുണ്ട് കാല് കഴുകുമ്പം. ബിരിയാണിയും മടമ്പും ശ്രദ്ധിക്കണം, ഒരച്ച് കഴുകണം. മടമ്പിന്റെ തോലിലൊന്നും ശരിക്കും വെള്ളം കഴുകാണ്ട് ആവൂല. വെറുതെ സ്പ്രേ അടിച്ചതിനെ കൊണ്ട് തോലില് വെള്ളം നിൽക്കൂല. അത് കൈ കൊണ്ട് ഒരക്കുക തന്നെ വേണം, എന്നാലേ വുദൂ സഹീഹാവൂ. അപ്പം മുഖം കഴുകൽ, 2 കൈ മുട്ടുൾപ്പെടെ കഴുകൽ, തല മുഴുവനും തടവൻ, അതിനോടൊപ്പം ചെവി തടവൻ, കാല് 2 ബിരിയാണി മടമ്പുൾപ്പെടെ കഴുകൽ. ഇതാണ് 4 പ്രധാനപ്പെട്ട ഫർള്. അൽ ഖാമിസ്, 5-ാമത്തേത് അത്തർത്തീബ്, തർത്തീബാണ്. ഈ പറയപ്പെട്ട കർമ്മങ്ങൾ മുറത്തബാണ്, ഫയജിബു, നിർബന്ധമാണ്. ഗസ്ലു അഅദാഇൽ വുദൂഇ, വുദൂഇന്റെ അവയവങ്ങളെ കഴുകൽ, അല തർത്തീബില്ലദീ ജാഅ ഫിൽ ആയ, സൂറത്തുൽ നിസാഇന്റെ ആ ആയത്തിൽ വന്ന ആ തർത്തീബ് അനുസരിച്ച്. ഏതാണ് ആയത്ത്? ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും, ആദ്യം മുഖം പറഞ്ഞു. വഅയ്ദീകും ഇലൽ മറാഫിഖ്, പിന്നെ കൈ 2 മുട്ടുൾപ്പെടെ. വംസഹു ബിറുഊസിക്കും, പിന്നെ തല തടവണം. വഅർജുലക്കും ഇലൽ കഅബൈൻ, ബിരിയാണി വരെ നിങ്ങളുടെ കാലുകളും കഴുകണം. ഈ തർത്തീബ് അല്ലാഹ് പറഞ്ഞതാണ്, അതങ്ങനെ തന്നെ ചെയ്യണം. മായിദയിൽ വജാഅ ഫീ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വുദൂഇഹി, അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്ത് കാണിച്ചതും. അതുകൊണ്ട് തന്നെ ഫലാ യജൂസു, അനുവദനീയമല്ല, അയ്യുഖദ്ദിമ ഗസ്ലൽ യദൈനി അലാ ഗസ്ലിൽ വജ്ഹ്, മുഖം കഴുകുന്നതിന് മുമ്പ് കൈ കഴുകൽ അനുവദനീയമല്ല. നമ്മൾ വുദൂഇൽ പറയപ്പെട്ട അവയവങ്ങളെല്ലാം കഴുകിയല്ലോ എന്നല്ല, കഴുകിയത് തർത്തീബ് അനുസരിച്ചാണെങ്കിൽ വുദൂ സഹീഹാവുകയുള്ളൂ. അല്ല, അത് കൂലി കിട്ടണമെങ്കിൽ പറഞ്ഞോളാം. എന്താ കൂലി? കെട്ട് കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്നു പറഞ്ഞാൽ അത് ചെറിയ കൂലിയല്ല. പിന്നെ ഹദീസിലുണ്ട് അല്ലാഹു ജഅലനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ, അതും ഹദീസിലുണ്ട്. 2 സെക്കൻഡ് കൂലി സ്വർഗത്തിന്റെ ഇഷ്ടമാണ്. എല്ലാവരും കിട്ടും. അതിന് വിഷയം എന്താ അറിയോ? അത്ര പ്രധാനപ്പെട്ട കൂലിയാണ് വഅദയെങ്കിൽ ശൈത്താൻ സമ്മതിക്കില്ല. അതുകൊണ്ടാ അതുവാ പറയാത്രേ ഉള്ളൂ. കൈ ഉയർത്തുന്നതും ആകാശത്തേക്ക് നോക്കിയതും ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട്, നിർബന്ധമൊന്നല്ല. അത്രേ ഉള്ളൂ. അതാണ് പ്രധാന. അതൊരു റിവായത്താണ്. വേറെ റിവായത്താണ് അല്ലാഹു ജഅലനി തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. ആ 2 റിവായത്ത് കൂടി ജംഅ ചെയ്തിട്ടാണ് അത് ഫുള്ളായിട്ട് പറയുന്നത്. രണ്ട് റിവായത്താണ്, 2 ഹദീസാണ്. അത് ഉണ്ടോ? ഹദീസിലുണ്ടോ? അല്ലാഹു അലം, അറിയില്ല. അത് വരുന്നുണ്ട്. അതുണ്ടാവും, വേറെ എന്തില്ല. അതിനുശേഷം സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഇല്ല. അത് സലഫികൾക്ക് പരിചയം ഉണ്ടാവില്ല. ശാഫിഈ ഫിഖ്ഹിൽ അതുണ്ട്, അതില്ല. അത് ഹദീസിൽ നിന്ന് സ്ഥലപ്പെട്ടതല്ല. അപ്പൊ പറഞ്ഞോണ്ട് പറയാം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്സാലിഹീൻ. അതുവരെ അതാണ് ഹദീസ് കൊണ്ട് സ്ഥലപ്പെട്ട ദുആ. ആരും പറയില്ല, അധിക ആളുകളും പറയുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ദുആയാണ്. എത്ര ബാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു